ഹായ് ബി ടി ക്യാഷ് ഫാമിലീസ്. ഇന്നൊരു ചെറിയൊരു ട്രെയിനിങ് വീഡിയോ ആണ്. ഇതിന് മുമ്പ് നമ്മൾ ബി ടി ക്യാഷ് നമ്മുടെ കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരോ അപ്ഗ്രേഡ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതും എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളാണ് വീണ്ടും ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നത്. ആവർത്തിക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അഫിലിയേറ്റ് റിവാർഡ് കറക്റ്റായിട്ട് കയറുന്നില്ല. ചില ആൾക്കാർക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് ഇന്ന് കിട്ടിയത് നാളെ കിട്ടുന്നില്ല. ചില ആൾക്കാരുടെ ക്യാപിറ്റൽ ഫണ്ടിൽ നിന്നും കുറച്ച് ഫണ്ട് കുറഞ്ഞുപോയി, എക്സ്പയർ എന്ന് പറഞ്ഞ ഒരു കോളത്തിൽ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പല ഡൗട്ട്സുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ എല്ലാം പഠിപ്പിച്ച് തന്നു. നിങ്ങളത് പഠിച്ചു കാണും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരുന്നത്. അതുകൊണ്ടാണ് ഒന്നും കൂടെ എനിക്ക് വീഡിയോ എടുക്കേണ്ടി വന്നത്. ഓക്കെ, നമ്മുടെ ബി ടി ക്യാഷ് 2.0 ഡീസെൻട്രലൈസ്ഡ് ഈ മെറ്റാ മാസ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ചില ക്രൈറ്റീരിയകൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പ്ലാനിൽ. ആ പ്ലാനും നമ്മൾ വീഡിയോ രൂപത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ തുറക്കുന്ന സമയത്ത് ഫസ്റ്റിലെ കാണുന്നത് ഇങ്ങനെയായിരിക്കും നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇവിടെ ടുഡേ സ്റ്റേക്കിംഗ് ഉണ്ട്, ടുഡേ അഫിലിയേറ്റ് റിവാർഡ് ഉണ്ട്, ടോട്ടൽ സ്റ്റേക്ക് റിവാർഡ് ഉണ്ട്, ടോട്ടൽ അഫിലിയേറ്റ് റിവാർഡ് ഉണ്ട്. ടുഡേ സ്റ്റേക്കിംഗ് റിവാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ക്യാപിറ്റലിന് ആനുപാതികമായി ഇന്ന് കിട്ടുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI ആണ്, സ്റ്റേക്കിംഗ് റിവാർഡാണ്. ഓക്കെ, ടുഡേ അഫിലിയേറ്റ് റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താഴത്തേക്കുള്ള കമ്മ്യൂണിറ്റി എത്രത്തോളം ഉണ്ട് അവരുടെ അഫിലിയേറ്റ് റിവാർഡാണ്. ആ കമ്മ്യൂണിറ്റി റിവാർഡ് കിട്ടണമെങ്കിൽ 1ാമത്തെ ലെവല്, 2ാമത്തെ ലെവല്, 3ാമത്തെ ലെവല് മുതൽ 31 ലെവലിനിടയ്ക്ക് ചില ക്രൈറ്റീരിയകൾ അനുസരിച്ചാണ് നമുക്ക് അഫിലിയേറ്റ് റിവാർഡ് കയറിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴത്ത് ടോട്ടൽ സ്റ്റേക്ക് റിവാർഡ്, നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന സ്റ്റേക്കിംഗ് റിവാർഡ്, ടോട്ടൽ അഫിലിയേറ്റ് റിവാർഡ്, നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന അഫിലിയേറ്റ് റിവാർഡ്. ഇതാണ് നമ്മുടെ മെയിൻ ഡാഷ്ബോർഡിൽ കാണുന്നത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫിക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. അതിലും താഴെ വരുമ്പോഴത്തേക്കും നമുക്ക് മെയിൻ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ എത്രയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നിലവിൽ നമ്മൾ എത്രയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് ടോട്ടൽ ഡിപ്പോസിറ്റ്, ടോട്ടൽ വിഡ്രോ, നമ്മൾ എത്ര വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. ക്ലോസ്ഡ് പാക്കേജ് ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴത്താണ് എക്സ്പയർഡ് പാക്കേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ. എക്സ്പയർ ആയത്, നമ്മുടെ പാക്കേജ് എക്സ്പയർ ആയത് കാണിക്കുന്നത്. ഇവിടെ 11,252 ടോക്കൺ ഇവിടെ എക്സ്പയർ എന്ന് കാണിക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം, വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ തൊട്ട് താഴത്ത് ടോട്ടൽ റിവാർഡ് 1,14,163 കോയിൻ നമുക്ക് ടോട്ടൽ റിവാർഡായിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്റ്റേക്കിംഗ് റിവാർഡ് പ്ലസ് അഫിലിയേഷൻ റിവാർഡാണ്. ഈ കാണുന്ന ടോട്ടൽ സ്റ്റേക്കിംഗ് റിവാർഡ് പ്ലസ് ടോട്ടൽ അഫിലിയേറ്റ് റിവാർഡാണ് ഈ കാണുന്ന ടോട്ടൽ റിവാർഡായിട്ട് ഇവിടെ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴത്ത് ടോട്ടൽ റഫറൽ, നമ്മൾ എത്ര ആൾക്കാരെ റെഫർ ചെയ്തു എന്ന് പറയുന്ന ബട്ടൺ. ഓക്കെ, മൈ റെഫറൽ, ഡയറക്റ്റ് റെഫറൽ എത്രയുണ്ട്, നമ്മൾ താഴത്തേക്കുള്ള കമ്മ്യൂണിറ്റി ലെവൽ എത്രയുണ്ട്, ഇതാണ് ടോട്ടൽ റെഫറലും മൈ റെഫറലും. ഇനി സ്റ്റേക്കിംഗ് ഏറ്റവും താഴത്തെ പ്രോപ്പർട്ടി ബാറിൽ സ്റ്റേക്കിംഗ് ബട്ടൺ ഉണ്ട്, വാലറ്റ്, പ്രൊഫൈൽ. ഇങ്ങനെയാണ് നമ്മുടെ BT സ്മാർട്ട് തുറക്കുന്ന സമയത്ത് കാണുന്ന ഇൻ്റർഫേസ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റേക്കിംഗ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേക്ക് ചെയ്യാവുന്ന ഇത് കാണിക്കും. സ്റ്റേക്കിംഗ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ സ്റ്റേക്ക് ചെയ്തിരിക്കുന്ന പ്ലാനുകളിലേക്കുള്ള ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ കയറുക. ഓക്കെ, ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ 26 സ്റ്റേക്കിംഗ് ആക്റ്റീവ് കൗണ്ട് ഉണ്ട്. അത് ഓരോരോ സ്ലോട്ടായിട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ഓരോ ID-കളിൽ അഡ്വാൻസ് 23/8 ഇതിൽ ചെയ്തിരിക്കുന്നത് 11,845, അടുത്ത സ്ലോട്ട് 5,085, അങ്ങനെ ഓരോരോ സ്ലോട്ടായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. തൊട്ടപ്പുറത്ത് എക്സ്പയർഡ് സ്റ്റേക്കിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ താഴത്തെ ആക്റ്റീവിൻ്റെ തൊട്ടിപ്പുറത്ത് ക്ലോസ് എന്ന് പറഞ്ഞ ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലോസ് ആയ ഇത് കിട്ടും. ഇവിടെ 10,183, 1063
ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് 11,000 സംതിങ് കോയിൻ അവിടെ എക്സ്പയർഡ് എന്ന് പറഞ്ഞ് നമ്മൾ ഡാഷ്ബോർഡിനകത്ത് കാണിച്ചു തന്നില്ലായിരുന്നോ? ഈ താഴത്തേക്ക് വരുമ്പോഴത്തേക്കും എക്സ്പയർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ 11,252 കോയിൻ അവിടെ എക്സ്പയർഡായി. അത് എങ്ങനെയാണ് എക്സ്പയർഡ് ആകുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു സ്ലോട്ട് എടുത്തു, 10,000-ൻ്റെ ഒരു സ്ലോട്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇത് ആക്റ്റീവ് സ്റ്റേക്കിംഗ് ആണ് കിടക്കുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും ലാസ്റ്റത്തെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10,600 കോയിൻ നമ്മളിവിടെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്പനി പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ 10,600-ന് നമുക്ക് കിട്ടേണ്ട റിവാർഡ് ഇതിൻ്റെ 5 മടങ്ങാണ്. ഉദാഹരണം പറഞ്ഞാൽ 10,000 കോയിൻ ആണെങ്കിൽ 50,000 കോയിൻ ടോട്ടലാണ് നമുക്ക് കമ്പനി പറഞ്ഞിരിക്കുന്ന റിവാർഡ്. 5x എന്ന് പറഞ്ഞാൽ 10,000-ൻ്റെ 5 മടങ്ങ്. അതിൽ 50,000 കോയിൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇട്ടിരിക്കുന്ന ഈ 10,000 ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് 40,000 പ്രോഫിറ്റ്, ഇങ്ങനെയാണ് നമുക്ക് 50,000 കോയിൻ എന്ന് പറഞ്ഞ ഒരു സംഖ്യ നമുക്ക് കിട്ടുക. അത് നമുക്ക് കിട്ടുന്ന 400 ദിവസം കൊണ്ട് കിട്ടേണ്ട ആ ഒരു റിവാർഡ് നമുക്ക് അഫിലിയേഷൻ കൊണ്ടോ സ്റ്റേക്കിംഗ് റിവാർഡ് കൊണ്ടോ ടോട്ടൽ എപ്പം വരുന്നു? ഉദാഹരണം പറഞ്ഞാൽ ഈ 10,600 എന്ന ടോക്കൺ, ഈ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഒരു സ്റ്റേക്കിംഗ് സ്ലോട്ട് 50,000 വന്നു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റിവാർഡ് ഇനത്തിൽ 50,000 വന്നാൽ ഈ സ്ലോട്ട് എന്തായി മാറും? എക്സ്പയർഡായി മാറും. പക്ഷേ അവിടെ അപ്പോൾ ആ സമയത്ത് നമുക്ക് 50,000 കോയിൻ നമ്മുടെ വാലറ്റിൽ വന്നിട്ടുണ്ടാവും. അത് കാരണം ഈ ഒരു സ്ലോട്ട് എക്സ്പയർഡായി പോകും. എക്സ്പയർഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ ROI നമുക്ക് വരത്തില്ല. ഇപ്പം 10,000-ൻ്റെ ഏകദേശം എത്ര ഉണ്ടാവും? 35 ടോക്കൺ. ഇത് 35 ചില്ലറ ഉണ്ടാവും. 35 ടോക്കൺ നമുക്ക് 10,000 വെച്ച് നോക്കുവാണെങ്കിൽ 35 ടോക്കൺ ഇന്ന് കട്ടാകുവാണെങ്കിൽ നാളെ മുതൽ ആ ടോക്കണിൻ്റെ ഈ സ്ലോട്ടിൻ്റെ ROI നമുക്ക് നമ്മുടെ ടുഡേ സ്റ്റേക്കിങ്ങിൽ കാണിക്കില്ല. കാരണം ഇത് എക്സ്പയർ ആയിപ്പോയി. അതാണ് ഈ ഒരു ഐഡിയയിൽ 2 എക്സ്പയർഡ് സ്റ്റേക്കിംഗ് കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഒന്ന് 10,000-ഉം ഒന്ന് 1,063. 1,069 മാറണം എക്സ്പയർ ആകണമെങ്കിൽ 5,000 വന്നാൽ തന്നെ എക്സ്പയർ ആയി. ഈ ഐഡിയയിൽ ടോട്ടൽ നമുക്ക് 1,00,000-നടുത്ത് വന്നിട്ടുണ്ട് ടോക്കൺ. കണ്ടോ, ടോട്ടൽ 1,00,000-ന് മുകളിൽ ടോക്കൺ വന്നിട്ടുണ്ട്. അപ്പം അടുത്ത സ്ലോട്ടും കൂടെ, അടുത്ത ഇനിയിപ്പോൾ ഏതാണോ അടുത്ത് നിൽക്കുന്നത് അതും കൂടെ കട്ടാവും. അപ്പം ഓരോ സ്ലോട്ടിന് ആനുപാതികമായിട്ട് എപ്പോഴാണോ 5x വരുന്നത്, അത് സ്റ്റേക്കിംഗ് റിവാർഡ് പ്ലസ് അഫിലിയേഷൻ റിവാർഡ് വരുന്നത്, ആ സ്ലോട്ട് കട്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ആ സ്ലോട്ട് കട്ടാകുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി 50,000 വന്നിട്ടുണ്ട്. ഈ ഐഡിയയിൽ വന്ന് കിടപ്പുണ്ട്. നമ്മളത് റീസ്റ്റേക്ക് ചെയ്ത് പോകുമ്പം നമ്മൾ അറിയുന്നില്ല. പക്ഷേ നമ്മൾക്ക് ROI കുറയുമ്പോഴത്തേക്കും ഇവിടെ ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയയിലെ ഹോൾഡർക്ക് സംശയം എന്ന് പറഞ്ഞാൽ, അഫിലിയേറ്റ് സ്റ്റേക്കിംഗ് നമ്മൾ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 4-ാം തീയതി 4/9 വന്നിരിക്കുന്ന സ്റ്റേക്കിംഗ് 263 പക്ഷേ അത് 5-ാം തീയതി വന്നപ്പോഴത്തേക്കും 259 കുറഞ്ഞു. അപ്പം സ്വാഭാവികമായും ആ ഒരു വ്യക്തിക്ക് സംശയമുണ്ടാകും, ഇവിടെ ഇതെങ്ങനെ കുറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ 2 സ്ലോട്ട് കട്ടാകുമ്പോഴത്തേക്കും അവിടെ ഇത്ര എമൗണ്ട് 35-38 ടോക്കണിൻ്റെ കുറവ് അവിടെ കാണിക്കും. കാരണം അത് സ്റ്റേക്ക് ചെയ്തിട്ടില്ല, വന്ന് കിടക്കുന്ന സാധനം സ്റ്റേക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡിപ്പോസിറ്റ് സ്റ്റേക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ, മൈ സ്റ്റേക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേക്കിംഗ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിപ്പോസിറ്റ് വാലറ്റ്, സ്റ്റേക്കിംഗ് വാലറ്റ്, അഫിലിയേറ്റ് വാലറ്റ്, ഫണ്ടിങ് വാലറ്റ് എന്ന കുറേ വാലറ്റുകൾ ഇവിടെ കാണാൻ പറ്റും. അതിൽ ഏതിലാണോ നമുക്ക് വന്ന് കിടക്കുന്നത് കോയിൻ, ഇപ്പം ഇവിടെ 16,099 കോയിൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അവിടെ നമ്മൾ 16 അത് സ്റ്റേക്ക് ചെയ്യാൻ പോവുകയാണ്. പല ആൾക്കാർക്കും ഇപ്പോഴും സ്റ്റേക്ക് ചെയ്യാൻ പോലും അറിഞ്ഞുകൂടാ. ഇത് നമ്മൾ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൺഫേം കൊടുക്കുക. ഇവിടെ സ്റ്റേക്കിംഗ് ക്രിയേഷൻ സക്സസ്ഫുള്ളി ആയി. ഇനി ഈ സ്ലോട്ട് കാണണമെങ്കിൽ നമ്മൾ വീണ്ടും പ്രോപ്പർട്ടി മെനു ഞെക്കിയ ശേഷം മൈ സ്റ്റേക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് മാറി. നേരത്തെ 26 ആയിരുന്നു ആക്റ്റീവ് കൗണ്ട്, ഇപ്പോൾ 27 ആയി. ഇവിടെ നമ്മൾ അഡ്വാൻസ് ഇന്ന് 6/9 16,099 കോയിൻ നമ്മൾ ഇന്ന് സ്റ്റേക്ക് ചെയ്തു. ഓക്കെ,
ഈ സ്റ്റേക്കിംഗ് റിവാർഡ് എപ്പോൾ കട്ടാവും? ഇതിൻ്റെ 5 മടങ്ങ് എപ്പോൾ വരുന്നു അപ്പോൾ കട്ടാവും. അത് ഓർഡർ അനുസരിച്ച് ആയിരിക്കും. നമ്മളിപ്പോൾ ഇതല്ല കട്ടാവുക, ഏറ്റവും ആദ്യം കിടക്കുന്ന, ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ഇതായിരിക്കും ഇനി 10,600 എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ലോട്ടായിരിക്കും ഇനി അടുത്ത കട്ടാകുന്നത്. അങ്ങനെ എപ്പോഴാണോ നമുക്ക് അതിൻ്റെ 5x വരുന്നത് ആ ഓരോ സ്ലോട്ടുകൾ ഇങ്ങനെ കട്ടായിക്കൊണ്ടേയിരിക്കും. അത് കാരണം നമ്മുടെ ടുഡേ സ്റ്റേക്കിങ്ങിൽ കൗണ്ട് കുറയുന്നത് അത് കാരണമാകാം. അപ്പം കൗണ്ട് കുറയുന്നതിൻ്റെ കാരണങ്ങളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ. ഇനി വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ അഫിലിയേഷൻ റിവാർഡ് കയറുന്നില്ല എന്നുള്ള പരാതി. അഫിലിയേഷൻ റിവാർഡ് കയറണമെങ്കിൽ ക്രൈറ്റീരിയ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലെവലിൽ നിന്നുള്ള ഇൻകം കയറാൻ ക്രൈറ്റീരിയ ഒന്നുമില്ല. സെക്കൻഡ്, തേർഡ്, ഇപ്പം നമുക്കിവിടെ നമ്മുടെ ടീം ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 2 ഡയറക്റ്റ് റെഫറലാണ് വെച്ചിരിക്കുന്നത്. ഈ 2 ഡയറക്റ്റ് റെഫറിൽ നിന്നും നമുക്ക് ഇൻകം കയറും. കാരണം അത് പൂൾ 1ലാണ്, ഫസ്റ്റ് ഡയറക്റ്റ് റെഫറിലാണ്, ഫസ്റ്റ് ലെവലിലാണ് അതുള്ളത്. അപ്പോൾ അവർക്ക് അത് കയറും, കുഴപ്പമില്ല. പൂൾ 2, പൂൾ 3യിൽ നിന്നും നമുക്ക് ഇൻകം കയറണമെങ്കിൽ, അഫിലിയേറ്റ് റിവാർഡ് കയറണമെങ്കിൽ ഈ പൂൾ 1ൽ നമ്മൾ 3 ഡയറക്റ്റ് റെഫറൽ മിനിമം സെൽഫ് സ്റ്റേക്കിംഗ് ഉള്ള ഐഡികൾ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ വ്യക്തിക്ക്, ഇപ്പോൾ ഈ 2 വ്യക്തികളാണുള്ളത്. ഈ 2 വ്യക്തികളുടെയും ഒന്ന് 1,51,000 ഉണ്ട്. ഓക്കെ, രണ്ടാമത്തത് 1,66,000 ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഐഡിയും കൂടെ മിനിമം $50 തത്തുല്യമായ മെറ്റാബിറ്റി ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് അടുത്ത പൂൾ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇല്ല, അടുത്ത പൂൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആ അടുത്ത പൂളിൽ നിന്നുള്ള അഫിലിയേഷൻ റിവാർഡ് കയറും. 1 മുതൽ 3 വരെയുള്ള അഫിലിയേഷൻ റിവാർഡ് കയറും. എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഡയറക്റ്റ് റെഫറിൽ 3 പേരുണ്ടായിരിക്കണം. ആ 3 പേര് മിനിമം $50 തത്തുല്യമായ മെറ്റാബിറ്റി സെൽഫ് സ്റ്റേക്കിംഗ് ചെയ്തിട്ടുണ്ടാവണം. ഇതാണ് ഫസ്റ്റ് 1, 2, 3 ലെവലിൽ നിന്നും കിട്ടുന്ന അഫിലിയേഷൻ റിവാർഡ് കിട്ടാനുള്ള ക്രൈറ്റീരിയ. ഓക്കെ, ഇനി റാങ്ക് ഫസ്റ്റ് ലെവൽ മുതൽ 1, 2, 3, 4, 5, 6 ലെവലുകളിൽ നിന്നും അഫിലിയേഷൻ റിവാർഡ് കിട്ടാൻ നമ്മൾ ഫസ്റ്റ് റാങ്ക് മെറ്റാ ഫൗണ്ടർ ക്ലബ് എന്ന് പറഞ്ഞ ഫസ്റ്റ് റാങ്ക് നമ്മൾ അച്ചീവ് ചെയ്യണം. അത് അച്ചീവ് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പൂൾ 1ൽ മിനിമം 2 ലക്ഷം ഉണ്ടായിരിക്കണം. ഇതിവിടെ പൂൾ 1ൽ 3 ലക്ഷത്തിന് മുകളിലുണ്ട്. പൂൾ 2ൽ എടുത്തിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ ടോട്ടൽ മെറ്റാബിറ്റിയുടെ എണ്ണം 4 ലക്ഷമാവണം. അതുപോലെ തന്നെ പൂൾ 3യിലുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ ടോട്ടൽ മെറ്റാബിറ്റിയുടെ എണ്ണം 6 ലക്ഷം മെറ്റാബിറ്റി ആവണം. അപ്പം പൂൾ 1ൽ 2 ലക്ഷം, പൂൾ 2ൽ 4 ലക്ഷം, പൂൾ 3ൽ 6 ലക്ഷം എന്നീ ക്രൈറ്റീരിയയിൽ വന്നാൽ മാത്രമേ നമ്മൾ മെറ്റാ ഫൗണ്ടർ ക്ലബ് എന്ന് പറഞ്ഞ റാങ്കിലേക്ക് അച്ചീവ് ആവുകയുള്ളൂ. അങ്ങനെ ആയാൽ മാത്രമേ 1 മുതൽ 6 വരെയുള്ള അഫിലിയേഷൻ റിവാർഡ് നമുക്ക് കയറുകയുള്ളൂ. ഇപ്പം ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും അഫിലിയേഷൻ റിവാർഡ് കയറുന്നില്ല. അപ്പോൾ അവർ ഈ ഒരു ക്രൈറ്റീരിയയൊക്കെ നമ്മൾ അച്ചീവ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എനിക്ക് അയച്ചു തരേണ്ടത്. എല്ലാവരുടെയും ഐഡികൾ എനിക്കിങ്ങനെ കയറി ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അവരവരുടെ ഐഡികൾ കയറി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് കുറയുന്നെങ്കിൽ അവിടെ സ്റ്റേക്കിംഗ് റിവാർഡ് കുറയാനുള്ള കാരണം എക്സ്പയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പയർ ആയി കിടക്കുന്ന ഇത് ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റേക്കിംഗ് വാലറ്റിലുണ്ടാവും നമ്മുടെ കോയിൻ. ആ കോയിൻ നിങ്ങൾ വീണ്ടും സ്റ്റേക്ക് ചെയ്താൽ മതി. വീണ്ടും പിറ്റത്തെ ദിവസം നമുക്ക് ROI അതിൽ കൂടുതൽ കിട്ടും. അവിടെ സ്റ്റേക്ക് ചെയ്യാതെ കിടക്കുമ്പോൾ ഇന്ന് കിട്ടിയ സ്റ്റേക്കിംഗ് റിവാർഡിനേക്കാളും കുറവായിരിക്കും നാളെ കിട്ടുക. കാരണം അവിടെ ആ ഒരു പാക്കേജ് കട്ടാകുമ്പോൾ ആ പാക്കേജിൻ്റെ ROI നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പിറ്റത്തെ ദിവസം വരുന്ന ROIയിൽ കുറവ് വരുന്നത്. അതുകൊണ്ട് എക്സാമ്പിൾ സഹിതം ഞാൻ ഇവിടെ കാണിച്ചു തന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ അവരവരുടെ ഐഡിയും പാസ്വേഡും എനിക്ക് ഇട്ട് തരിക. ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം എന്താണ് കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സ്വമേധയാ കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലിടുന്ന വീഡിയോസും അല്ലെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസും
അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കാൻ തയ്യാറാവണം. ഓരോ കാര്യങ്ങൾ നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോ സമയങ്ങളിൽ പഠിപ്പിക്കുന്നത് അതാത് സമയങ്ങളിൽ ചെയ്യേണ്ടതാണ്. അതാത് സമയങ്ങളിൽ ചെയ്യാതെ വരികയും ഓരോരോ അപ്ഗ്രേഡേഷൻ കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ കണ്ടില്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ കേട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു വന്നാൽ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയതുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഓരോ കാര്യത്തിനും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ അനുസരിച്ച് ഞാൻ പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ, ഇപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ചിലപ്പം യൂട്യൂബിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പം യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് പലരുടെയും ധാരണ എനിക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ള ധാരണയിൽ ചിലവർ നോക്കത്ത് പോലുമില്ല. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്ന കാരണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എനിക്ക് നിങ്ങൾക്ക് ഇട്ട് തന്നെ നിർവാഹമുള്ളൂ. കാരണം നമുക്ക് വാട്സപ്പിൽ ഇത്രയും ലിങ്ക് ഇപ്പം തന്നെ 15 മിനിറ്റ് മുകളിലായി. ഇത് നേരിട്ട് വാട്സപ്പിലേക്ക് ഇടാൻ സാധിക്കില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഓരോ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളെ ഇൻഫർമേഷൻ അറിയിക്കുന്നത്. അതാത് സമയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടികൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഇതിലേക്ക് ഞാൻ ധരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ വേണ്ട വിധത്തിൽ ഫോളോ ചെയ്യുന്നില്ല, വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നില്ല. അതിൽ എനിക്ക് വലിയ ഒരു ഇതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രത്തോളം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.